ഇന്ന് മമ്മി ഇവിടെ ചെമ്മീൻ മപ്പാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2-3 കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പും ഇടാം. ആവശ്യത്തിന് ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഈ സവോള ഒന്ന് നന്നായി വാടി വരണം. ഇതിപ്പോൾ ഞാനൊരു വലിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു 3-4 കഷ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒരു 3 എണ്ണം. പച്ചമുളക് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതും നല്ലപോലെ ഈ കൂടെ നല്ലപോലെ വാട്ടിയെടുക്കണം നന്നായിട്ട്. നമ്മുടെ സവോള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, 1 സ്പൂൺ മുളക് പൊടി, ഇതിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. 1/4 കിലോ ചെമ്മീനാണ് ഞങ്ങൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്രയും തേങ്ങ ഞങ്ങൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാലെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിനകത്തേക്ക് നല്ല പച്ച കരിയാപ്പല ഇട്ട് കൊടുക്കണം. അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തക്കാളി ഇടണം. തക്കാളിയുടെ ഈ വെള്ളം കൊണ്ട് വേണം ഇനി ഇത് വേകുവാനായിട്ട്. ഇത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ ഇതുണ്ടോ, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചിരിക്കും. ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും കൂടെ കൂട്ടിയതാണിത്. ഉണ്ടോ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് പതുക്കെ ചൂടാകണം. നമ്മുടെ ചെമ്മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫാക്കുകയാണ്. നല്ല രുചിയുള്ള ചെമ്മീൻ മപ്പാസ് ആണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളോട് പറയണം.